വളാഞ്ചേരി വെച്ച് ഒരു 365 പൊതി ഒരു മയക്കുമരുന്ന് പിടിച്ചു. എന്താ മയക്കുമരുന്ന് ഞാൻ പറയുന്നില്ല. ഒരു പൊതിയിൽ 1 ഗ്രാം പോലും തികയാത്ത ഒരു സാധനം, ആ 1 ഗ്രാം പോലും തികയാത്ത ആ സാധനത്തിന് 1 ഗ്രാം സ്വർണത്തിന്റെ വില എത്രയുണ്ടോ ഏകദേശം അത്രയും വിലയുള്ള ഒരു സാധനം അന്ന് പിടിച്ചു. ആള് പാവാണ്, പിടിക്കപ്പെട്ട ആള് വളരെ സാധുവാണ്. പക്ഷേ എപ്പോഴോ പ്രലോഭനത്തിൽപ്പെട്ട് വീട്ടില്, അവൻ പറഞ്ഞ അനുഭവം ഞാൻ അതിലേക്ക് വരാം. അവൻ എപ്പോഴോ പ്രലോഭനത്തിൽപ്പെട്ട് അവൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു. ആദ്യം വെറുതെ കൊടുക്കും, പിന്നെ കുറച്ച് ദിവസം കൊടുത്തപ്പോൾ അവനത് അടിമപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പിന്നെ പൈസ ചോദിച്ചു. പൈസ ഇല്ലാതെ വന്നപ്പോൾ വീട്ടിൽ ഉമ്മ എടുത്തു വെച്ച പൈസ കട്ടെടുത്ത് അവൻ പോയി. പിന്നെ വീട്ടിലേക്ക് പോകാൻ വയ്യ, ആ പൈസയും തീർന്നു. പിന്നെ അവൻ എന്താ ചെയ്ത് അറിയോ? തൃശ്ശൂർ കോഴിക്കോട് റൂട്ടില് ഞങ്ങളുടെ വളാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കും. നല്ല തിരക്കുള്ള ബസ് വരുമ്പോൾ, രാവിലെ സമയത്തൊക്കെ തിരക്കുള്ള ബസ് വരൂലേ, ആ സമയത്ത് ബസ്സിനകത്തേക്ക് മെല്ലെ കയറും. എന്നിട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർ എവിടെയെങ്കിലും വായിൽ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചാരി ഓന്ന് നിൽക്കും. ബസ് ഒന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മളൊന്ന് കൂടുതൽ വന്നിട്ടൊന്ന് മുട്ടും, ഒന്ന് ഇങ്ങോട്ട് മുട്ടും. ഈ ചാരി ഒരു തിരക്ക് സ്വയം സൃഷ്ടിക്കും. ഉള്ള തിരക്കിനിടയിൽ കുറച്ച് കൂടുതൽ തിരക്ക് അവൻ സൃഷ്ടിക്കും. എന്നിട്ട് ആ തിരക്കിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാഗോ നമ്മുടെ പോക്കറ്റോ കീറിയിട്ട് പേഴ്സ് അവൻ അടിച്ചുകൊണ്ട് പോവും. പോക്കറ്റടി പഠിച്ചു. എന്തിനു വേണ്ടിയിട്ട്? മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ബസ് കയറിയപ്പോൾ പേഴ്സൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല അങ്ങനെ കാണുന്നത്. 34 മൊബൈൽ ഫോണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, തോണ്ടി നിൽക്കുക. ഈ മാലാണ് പൊട്ടിച്ചാലോ എന്നൊരു തോന്നലോ. അവൻ പതുക്കെ നടന്നിട്ട് സ്ത്രീ ഇരിക്കണ സീറ്റിൻ്റെ അവിടെ ആ ബാക്കിലെ കമ്പിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആൾക്കാരെ നോക്കി. 36 എന്തോ ഗെയിം എന്തോ ചെവിയിൽ മറ്റേ കുത്തിയിട്ടുണ്ട്. അവിടെ ഒച്ചൊന്നും കേൾക്കണില്ല. ഈ ശബ്ദത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ശ്രദ്ധയിൽ ഇവൻ എല്ലാം ഇതുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. അപ്പം ഇവരറിഞ്ഞു. ഇവിടെ നിന്ന് വലിഞ്ഞപ്പോൾ അവരറിഞ്ഞു വലിയ നല്ല കട്ടിയുള്ള മാലയാണ്. നോക്കുമ്പോൾ ഒരാളെ കഴുത്തിൽ. ആ സ്ത്രീ ആർത്ത് കരഞ്ഞു. യാത്രക്കാർ കൂടി അവനെ പിടിച്ച് പഞ്ഞിക്കിട്ട് അവസാനം കോട്ടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. റിമാൻഡായി 5-8 മാസം കിടന്ന് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു എയ്ഡ് വെച്ചിട്ട് അവൻ ജാമ്യം കിട്ടി. അവൻ വന്നു. നേരെ വന്നത് ഈ മരുന്ന് വിൽക്കുന്ന ആളെടുത്താ. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, എടാ ലേസം സാധനം കാട്ടറാ. അവൻ ചോദിച്ചു, പൈസ എവിടെടാ? പൈസ എവിടെ? പൈസ ഇല്ലടാ. പൈസ വേണടാ. പൈസ ഇല്ല എങ്ങനെ തരാ? എടാ പൈസ ഇല്ലടാ, ഞാൻ ജയിലിലായിരുന്നടാ, ഞനക്കറിയില്ല, 8 മാസമായിട്ട് ഞാൻ ജയിലിലായിരുന്നു. എടാ ഒരു ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ കാട്ടറ. എടാ പൈസ കൊണ്ടടാ, ഇത് വിലപ്പിടിപ്പുള്ള സാധനമാണ്. എടാ എന്റെ കയ്യിൽ പൈസ ഇല്ലടാ, ഒരു ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി കാട്ടറ പ്ലീസ്. എന്നാ വാ തരാം. 1 അല്ല 10 പാക്കറ്റ് തരാം, കൊണ്ടുപോയിക്കോ. 10 പാക്കറ്റ് കൊണ്ടുപോയിക്കോ. പക്ഷേ നീ എന്ത് ചെയ്യണം? പുതിയ കസ്റ്റമർ ഉണ്ടാക്കണം, പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കണം. കൊണ്ടുപോയി വിൽക്ക്. ആ പാക്കറ്റുമായി നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ മുന്നിലും വരും. പാക്കറ്റായിട്ടല്ല വരിക. നമ്മുടെ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയുണ്ട്. ഇന്നും ഞാൻ പോകുമ്പോൾ ആൺകുട്ടികൾ എങ്ങനെ പോകാൻ അറിയോ? അങ്ങോട്ട് പോകണ അവിടെ ഇങ്ങനെ പോകുമ്പോൾ നോട്ടം ഇങ്ങനെ അങ്ങോട്ടാവും. ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ? എന്ത് ലിഫ്റ്റ് ഇല്ലേ? ലിഫ്റ്റ് പോണ എത്ര ആളുണ്ട് ഇതില്? സത്യം പറ. കുറെ ആളുണ്ട് ഇതിലുണ്ട്. എനിക്കറിയാം ആരാണ് വരുന്നത് പോലും അറിയാതെ അവരോട് ലിഫ്റ്റ് ചോദിച്ചു പോണ ആൾക്കാർ. ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ഈ ലോബിയിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം കയറും, പിറ്റേ ദിവസം കയറും, ഒരു മുഖപരിചയമായി, പിറ്റേ ദിവസം കൈ കാണിക്കും, കയറും, പിന്നെ കൈ കാണിക്കാതെ നിർത്തും. ഒരു ദിവസം പോകുമ്പോൾ ഒരു ബ്ലോക്ക്, അവിടെ നിർത്തുമ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ ഈ ചങ്ങാതി ഒരു മിഠായി എടുത്തിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ആൾ കഴിക്കണു, ഒരു മിഠായി ബാക്കിൽ നമുക്ക് തരണു. അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട ആക്ക അല്ലെ വേണ്ടങ്ങളെ എന്ന് പറയുമ്പോൾ മിഠായിടാ കഴിച്ചടാ, എനിക്ക് വേണ്ടങ്ങളെ, മിഠായി തിന്നാത്ത ആളായി, ഒരു മിഠായിടാ കഴിച്ചോ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ തോന്നുക എന്ന് വിചാരിച്ചിട്ടെങ്കിലും ആ മിഠായി വാങ്ങി കഴിക്കും. ആ മിഠായിലൂടെ ആയിരിക്കാം ആദ്യത്തെ ഡോസ് മയക്കുമരുന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കളെ ശരീരത്തിലേക്ക് എത്തണേ. നാളെ ആ മിഠായി അന്വേഷിച്ച് അവൻ ചെല്ലും. ആ ബൈക്കാരൻ വരണവൻ കാത്തു നിൽക്കും. ആ ബൈക്കാരൻ പറയാണ്, നാളെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഉപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 ഉറുപ്പിക എടുത്തിന് പോരെ, ഈ മിഠായിക്ക് 100 ഉറുപ്പിയാണ് എന്ന് പറയുമ്പോൾ നാളെ 100 രൂപ അവൻ കട്ടെടുത്ത് കൊണ്ടെടുക്കാൻ അവൻ നിർബന്ധിതനാവും. നമ്മളറിയാത്ത ഒരാളുടെ കൂടെയും കയറിപ്പോവരുത്. അവൻ തരുന്ന ഒരു സാധനവും വാങ്ങിക്കഴിക്കരുത്. ഏതായാലും ചുരുക്കി പറയണം, ഇവൻ വിൽപ്പന തുടങ്ങി, വലിയ വിൽപ്പനക്കാരനായി. അവസാനം ഞങ്ങൾ പിടിച്ചു, ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു. ഉച്ച സമയത്താണ് അവനെ പിടിച്ചേ. ചെറുപ്പക്കാർ, 22 വയസ്സേ ഉള്ളൂ. ആ ലോക്കപ്പിൽ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുക. ചോറ് കൊടുത്തു, 2 പിടി വാരി തിന്നു. ഞങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കടാ. വേണ്ട സാറേ, ഭക്ഷണമൊന്നും വേണ്ട സാറേ. പാവം സാധു, എപ്പോഴോ പെട്ടുപോയി, അത്രേ ഉള്ളൂ. അവനൊരു മോശക്കാരനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പെട്ടുപോയതാ.
സന്ധ്യ, പിന്നെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞു, 4 മണിയായി, വൈകുന്നേരമായി, സന്ധ്യ സമയം ഒരു 5:30 മണിയൊക്കെ ആയ സമയത്ത് ഈ സാധു എന്ന് പറഞ്ഞ അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറി. അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ലോക്കപ്പിന്റെ വാതിലിന്റെ അവിടെ ഇങ്ങനെ വന്നു നിന്നു. സാധാരണ ഈ ലോക്കപ്പിനകത്ത് ഒരാളെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, വെള്ളമൊക്കെ വേണമെങ്കിൽ കൊടുക്കും, ആ വെള്ളം വേണമെങ്കിൽ ചോദിക്കുക, കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവൻ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അവൻ ആ ലോക്കപ്പിന്റെ വാതിലിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇങ്ങനെ സാറേ. ഇതിൽ കുറെ ആൾ ഞെട്ടിയെന്ന് എനിക്കറിയാം. ഇതേപോലെ ഞങ്ങളും ഞെട്ടി. നേരെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവൻ ആകെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഞങ്ങളെ മുഖത്ത് അവൻ കണ്ണെടുത്തു. മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു, സാറേ ലേശം സാധനം താ, കുറച്ച് സാധനം പ്ലീസ്, കുറച്ച് സാധനം വേഗം താ, എനിക്ക് ലേശം സാധനം വേണം. ഞങ്ങൾ പറയും, പോയി കിടക്കണം, ഇവിടെ പോയി കിടക്കട, എക്സൈസ് ഓഫീസിലാണ് സാധനം, പോയി കിടക്ക് എന്ന് പറഞ്ഞപ്പോ അവൻ ഞങ്ങളെ ചൂണ്ടുകയാണ്. ആ ചൂണ്ടലിൽ അവനെല്ലാം ഒന്നും പറയുന്നില്ല, ആ പറയാനുള്ളതൊക്കെ ആ ചൂണ്ടലിൽ ഇങ്ങനെ ചൂണ്ടിട്ട് കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെ ചൂണ്ടി അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, അവിടുന്ന് ചാടി എണീറ്റ് അവൻ്റെ ആ ലോക്കപ്പിന്റെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ആ വാതിൻ്റെ അഴിയിൽ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ക്രോസിൽ പട്ട കൊടുത്തിട്ട്, ഇരുമ്പിന്റെ പട്ട ഇങ്ങനെ ക്രോസിൽ കൊടുത്തിട്ടുണ്ട്, ആ പട്ടയിൽ നെറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റി വെച്ച് അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടിക്കുകയാണ്, അടിച്ചടിച്ച് നെറ്റി പിളർന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും മുഖം മുഴുവൻ രക്തം, ആ കണ്ട് ഷാർപ്പ് അടിച്ചണ്ട് കയറി പോയിട്ട് ഇവിടെ പിളർന്നു പോയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് കയറാൻ താക്കോല് തുറക്കുമ്പോഴേക്കും 1 മണിക്കൂർ പോലെ നമുക്ക് സമയം തോന്നുക, 1 സെക്കൻഡ് 1 മണിക്കൂർ പോലെ തോന്നുക. അപ്പോഴേക്കും അവൻ പിടിവിട്ട് ചുമരിലടിച്ചു, ശരീരം മൊത്തം മാന്തി പൊളിക്കുന്നു. നേരെ കയ്യും കാലും ലോക്ക് ചെയ്ത് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന പാടെ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു, മയങ്ങി, ഇവിടെ ക്ലീൻ ചെയ്തു, സ്റ്റിച്ച് ചെയ്തു, സ്റ്റിച്ച് തുന്നി ഡ്രസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്ത് ചെയ്യാം. ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോക്കോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ ചോദിച്ചു, സാറേ വലിയ ഭ്രാന്താണ് ഇവൻ കാണിച്ചേ. ഒരുപാട് ഭ്രാന്ത് ഞങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഇത്ര ശക്തമായ ഭ്രാന്ത് ആദ്യമായിട്ട് കാണുകയാണ്. നാളെ വടകര കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ ഇവനെ കൊണ്ടുപോയി നിർത്തണം. അവിടെ ഹാൻഡ് കഫ്റ്റ് നിർത്താൻ, കയ്യിൽ വിലങ്ങിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവിടെ നിന്നാണോ ഈ ഭ്രാന്ത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലും അക്രമം കാണിച്ചാലോ, കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുഖത്തേക്ക് അങ്ങനെ വലിച്ചെറിയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ പണി പോവും, ഞങ്ങൾ എന്ത് ചെയ്യും സാർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, മിനിമം 24 മണിക്കൂർ നേരത്തിനെങ്കിലും ഇനി അവൻ ഒരു ഭ്രാന്തും കാണിക്കില്ല. ഇതുവരെ കാണിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ച സമയത്തെ ഭ്രാന്തല്ല. കേട്ടോളൂ, നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഖിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അവസാനം കുറേശ്ശെ കൂട്ടി ക്വാണ്ടിറ്റി കൂട്ടി വരേണ്ടി വരും. അവസാനം കിട്ടാതെ വരുമ്പോൾ ഭ്രാന്ത് വരും. ആ റിവാർഡ് സെന്റർ ചോദിക്കും, എനിക്ക് വേണം എന്ന് പറയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഭ്രാന്ത് വരും. എന്തും ചെയ്യും. ചിലപ്പോൾ ബ്ലേഡ് എടുക്കും, കുപ്പിച്ചില്ലെടുക്കും, സ്വന്തം ബ്ലേഡ് എടുക്കും, ബ്ലേഡൊക്കെ എടുത്തിട്ട് സ്വന്തം ഇറച്ചി മുറിക്കും, സ്വന്തം ശരീരം ചിരിച്ചുകൊണ്ട് മുറിക്കും, ആ ചോര കുടിച്ചു നോക്കും. ഇത് ലഹരി മരുന്ന് ഉപയോഗിച്ച് ശീലിച്ചൊരു വ്യക്തി ആ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ, ഒന്നുകൂടി കേട്ടോളൂ, വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാനിത് പറയുന്നത്. ഏത് ലഹരി മരുന്നാവട്ടെ, ഇപ്പോൾ ബീഡി സിഗരറ്റൊക്കെ ആണെങ്കിൽ അത് ലഹരി തന്നെയാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഭ്രാന്തൊന്നും വരില്ല. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. കാരണം അതൊരു, ഞാൻ പറയുന്നത് അത് ശീലിച്ചവർക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. മാറ്റണം എന്ന് വിനയപൂർവ്വം ഞാൻ പറയും. പക്ഷെ അത് മാറ്റാൻ പറ്റാത്തവർ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മൾ വലിക്കേണ്ട സമയത്തൊന്നും വലിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും, ഒരു ബുദ്ധിമുട്ടൊക്കെ വരും എന്ന്, എന്തോ ഒരു പോരായ്മ. മദ്യപിക്കുന്നവരാണെങ്കിൽ കയ്യും കാലം വിറയ്ക്കും, എണീറ്റ് നിൽക്കാൻ പറ്റൂല. അതിനും മുകളിലുള്ള ചില സാധനമുണ്ട്, അത് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഭ്രാന്ത് വരും. സ്വന്തം ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച 9ാം ക്ലാസ്സുകാരന് മരുന്ന് കിട്ടാത്ത സമയത്തെ ഭ്രാന്തായിരുന്നു. സ്വന്തം ഇറച്ചി മുറിക്കും, ആ ചോര കുടിച്ചു നോക്കും. ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഒരു ദിവസം ഒരു 10-24 മണിക്കൂർ നേരത്തിന് അവൻ നോർമൽ ആയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിൽ ഓഫീസ് കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ വടകരയ്ക്ക് പുറപ്പെടുകയാണ്. 11 മണിക്ക് വടകര എത്താൻ വേണ്ടിയിട്ട് രാവിലെ പുറപ്പെടുകയാണ്. രാവിലെ അവൻ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സാധുവാണ്, പാവാണ്. അവൻ എണീറ്റ് ഇങ്ങനെ പുറത്ത് നോക്കി, ലോക്കപ്പ് നിങ്ങൾ നോക്കുമ്പോൾ ദൂരേക്ക് ഇങ്ങനെ പുറത്തൊരു വാതിൽ ഇങ്ങനെ കാണാം, ആ വാതിൽ കൂടെ പുറത്തേക്ക് കാണാം. ഞാൻ നോക്കുമ്പോൾ ഒരു 3 പേര് നടന്നു വരുന്നുണ്ട്, നിഴല് കണ്ട്. ആ കണ്ട പാടെ ഓൻ പറഞ്ഞു, സാറേ ഒന്ന് വാ സാറേ, ഒന്ന് ഇവിടെ വാ സാറേ. എന്തേ സാറേ? ആ വരുന്ന എൻ്റെ ഉമ്മയാണ് സാറേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആളെന്ന് മനസ്സിലാവണില്ല. ഏതോ 3 പേര് വരുന്നുണ്ട്, അതിലൊരു സ്ത്രീ ഉണ്ടെന്ന് തോന്നണു. ഒരു സ്ത്രീയുടെ ഒരു നിഴല് പോലെ തോന്നുന്നു. ഞങ്ങൾ ചോദിച്ചേടാ
അത് എൻ്റെ ഉമ്മയാണെന്ന് എനിക്ക് എങ്ങനെ അറിയണേ? അതെൻ്റെ ഉമ്മയാണോ? അപ്പം പറയാണ്, സാറേ അതെൻ്റെ ഉമ്മയാണ് സാറേ, എൻ്റെ ഉമ്മാനെ കണ്ടാൽ എനിക്കറിയില്ലേ, അതെൻ്റെ ഉമ്മ തന്നെയാണ് സാറേ. സാറേ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ഈ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ആക്കുമോ? അതെന്തേ? എൻ്റെ ഉമ്മ വരുമ്പോഴേ ഞാൻ ഈ ജയിലിനകത്ത് കിടക്കണ എൻ്റെ ഉമ്മാനെ കാണിക്കില്ലേ, എൻ്റെ ഉമ്മ കണ്ട, എൻ്റെ ഉമ്മ കണ്ട എൻ്റെ ഉമ്മക്ക് സങ്കടാവും സാറേ. ഞാൻ പറഞ്ഞത് അവന് സ്വബോധമുള്ളപ്പോൾ അവന് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ചോദിച്ചടാ എൻ്റെ ഉമ്മാക്ക് സങ്കടം ഉണ്ടോ? സാറെ കളിയാക്കല്ലേ സാറേ, എൻ്റെ ഉമ്മാനെ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം, ഒന്ന് തുറന്നതാ, നിങ്ങളെ പറ്റിച്ച് ഓടിപ്പോവില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ, നമ്മൾ അങ്കണവാടിയിലൊക്കെ രാവിലെ ഫസ്റ്റ് ദിവസം കൊണ്ടാക്കണ മക്കൾ കാണാറില്ലേ? ആ ഫസ്റ്റ് ദിവസം കൊണ്ടാക്കി വൈകുന്നേരം ഫസ്റ്റ് ദിവസം വിടുമ്പോൾ ആദ്യമായിട്ട് വിട്ടുന്ന സന്തോഷ സങ്കടമൊക്കെ ഓടി വന്ന് അമ്മയുടെ ഒക്കത്തേക്ക് ഇങ്ങനെ ഉമ്മാന്റെ ഒക്കത്തേക്ക് ചാടി കയറി ഇങ്ങനെ തുരുതുര മുത്തം കൊടുക്കണ കുഞ്ഞു മക്കളെ നമ്മൾ കാണുന്നു. അതുപോലെ ഈ 22 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ട് അവൻ പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും. അവൻ പറയാണ്, ഉമ്മ ഈ നശിച്ച മരുന്നിൽ ഞാൻ അകപ്പെട്ടു പോയി, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ ഉമ്മ, ഞാൻ എന്താ ചെയ്യേണ്ട ഉമ്മ, നമുക്ക് മരിക്കും ഉമ്മ. ഉമ്മയോട് പറയാ, ഉമ്മയ്ക്കും മകനും നിസ്സഹായാവസ്ഥയാണ്, എന്നിട്ട് പറയാ നമുക്ക് മരിക്കും ഉമ്മ, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ. അതിനിടയ്ക്ക് അവൻ പറഞ്ഞു, നമ്മുടെ ഇക്കാക്കയോ പോയി, ഇപ്പൊ ഞാനും ഇതിൽ പെട്ടല്ലോ ഉമ്മ. അപ്പൊ ഞങ്ങൾ ചോദിച്ചെന്ത് ഇക്കാക്കയുടെ കാര്യം? അപ്പോഴാണ് അവൻ ആ കഥ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ അറിയുന്നൊരു സ്ഥലത്ത് ഒരു അജ്ഞാത ശവശരീരം, ഒരു യുവാവ് മരിച്ചു കിടക്കുകയാണ്. പോലീസ് വന്ന് ആ ഡെഡ് ബോഡി എടുത്ത് ആ ശരീരം പരിശോധിക്കുമ്പോൾ ഇൻക്വസ്റ്റ് നടത്തും. ഈ മുടിയിഴയിലൂടെയൊക്കെ വിരലൊടിച്ച് പരിശോധിക്കും, ആരെയും അടിച്ചു കൊന്നതാണോ, തലയിൽ മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ ശരീരം മൊത്തം പരിശോധിക്കുമ്പോൾ പോലീസ് കണ്ട പ്രത്യേകത, ഇവന്റെ ശരീരം മൊത്തം ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. അതായത് ഈ മരിച്ചു കിടന്ന ആളും ലഹരിക്ക് അടിമയാണ്. ഇന്നത്തെ മുറിവ്, മുൻപത്തെ മുറിവ്, ഉണങ്ങിയ മുറിവ്, ഉണങ്ങാത്ത മുറിവൊക്കെ ഉണ്ട്. പിന്നെ കണ്ടത് ഈ ജോയിൻസിലൊക്കെ, ഈ ഞരമ്പ് കിട്ടുന്ന ഭാഗത്തൊക്കെ കുറെ കുത്തുകൾ, ഡോട്ട്സ്, അതായത് ഈ മയക്കുമരുന്ന് സിറിഞ്ചിലാക്കി കുത്തി അടയാളങ്ങൾ. ആ മരിച്ച അന്ന് അവന് മരുന്ന് കിട്ടി, കുത്തിക്കയറ്റാനുള്ള മരുന്ന് കിട്ടി. പക്ഷെ എത്ര വലിച്ചു മുറുക്കി കെട്ടിയിട്ടും ഈ ഞരമ്പ് പുറത്തേക്ക് വരുന്നില്ല. കുറെ മുറുക്കി കെട്ടി, പക്ഷെ ഞരമ്പ് വരുന്നില്ല. പക്ഷെ ഈ മരുന്ന് കയ്യിലുണ്ട്, ഈ സുഖം കിട്ടണം, ഈ സുഖം കുത്തിക്കയറ്റണം, ഇത് കുത്തിക്കയറ്റിയേ പറ്റൂ. പക്ഷെ ഞരമ്പ് കിട്ടുന്നില്ല. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, പറയാൻ മടിയുണ്ട്, എന്നാൽ പോലും പറയാണ്. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ, അവന്റെ മൂത്രക്കൊടി വളച്ചു പിടിച്ച് അതിൽ അടിച്ചു കയറ്റിയാണ്. ആ അടിച്ചു കയറ്റിയ ആ നിമിഷം അവിടെ വെച്ച് അപ്പോ അവൻ മരിച്ചു. ആ മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ്, അതായത് ഈ ഉമ്മയുടെ, ആ വന്ന ഉമ്മയുടെ മൂത്ത മകനെയാണ് ഞങ്ങള്, ആ മൂത്ത മകനാണ് ആ മരിച്ചു കിടക്കണേ, അവർ രണ്ടാമത്തെ മകനെയാണ് അതേ മയക്കുമരുന്നായിട്ട് ഞങ്ങൾ പിടിക്കണേ. ഓർക്കുക, ആ മൂത്ത മകൻ മരിച്ച് ആ കബറടക്കം കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ മടങ്ങിപ്പോയി. വീട്ടില് ഈ രണ്ടാമത്തെ മകനും ഉമ്മയും തനിച്ചായ സമയത്ത് ഉമ്മയെ കെട്ടിപ്പിടിച്ചന്ന് ഈ രണ്ടാമത്തെ മകൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ നമ്മുടെ ഇക്കാക്ക പോയില്ലേ, ഇക്കാക്ക മരിച്ചില്ലേ, ആ വിഷം, ആ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടാ ഇക്കാക്ക മരിച്ച്, എനിക്കറിയാം, ആ മയക്കുമരുന്നാണ് ഇക്കാക്കാനെ കൊണ്ടുപോയേ, ഞാൻ ഇവനത് ഉപയോഗിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് പറയാ ആ മരുന്നാണ് ഇക്കാക്കാനെ കൊണ്ടുപോയേ, അതുകൊണ്ട് എന്റെ ഉമ്മയാണ് സത്യം, ഇന്നു മുതൽ ഒരു മയക്കുമരുന്നും എന്റെ കൈകൊണ്ട് ഞാൻ തൊടൂലുമ്മ, എന്റെ ഉമ്മയുടെ നെറുകയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യാണ്, ഇന്നു മുതൽ എല്ലാ മയക്കുമരുന്നും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയിട്ട്, അതായത് ഏട്ടൻ മരിച്ച ആ സങ്കടത്തിൽ ആ തീരുമാനം അവിടെ എടുക്കുകയാണ്, ഇനി എനിക്ക് വേണ്ട, ആ തീരുമാനം എടുത്തു. പക്ഷെ കേട്ടോളൂ, ആ തീരുമാനത്തിന്, ആ പ്രതിജ്ഞയ്ക്ക്, ആ ശപഥത്തിന് ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി, വീണ്ടും ഉപയോഗിച്ചു. അതാണ് മയക്കുമരുന്ന്.